ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നടന്ന ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് സാബുമോൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വിട്ടുപോയ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അത് വീണ്ടും ഒന്ന് പറയണമെന്ന് തോന്നിയത്. വാസ്തവത്തിൽ ഈ ബിഗ് ബോസിൽ നടന്ന ഈ ഇന്നത്തെ ഒരു വഴക്കിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഏർപ്പെട്ട അപമാനത്തിനെ തുടർന്ന് അവൾക്കുണ്ടായ ഒരു ഈഗോ ഫീലിംഗ് ആണ്. വാസ്തവത്തിൽ അത് അവൾ അത്രയും കൂടെ ചെയ്തില്ലെങ്കിൽ ആ പെണ്ണ് ഒന്നും അല്ലാതായി പോകും. അത് ഒന്നും പറയാതെ അവന്മാർ ചെയ്യുന്ന എല്ലാ പോകൃത്തരവും സഹിക്കണമെന്നും നമ്മൾ ആരുടെ പറയത്തില്ല. അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തിയ ഒരു പൊറോട്ട നാടകത്തിൽ 2 പേർക്ക് ഇത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതിനുള്ള എബിലിറ്റി ഉള്ള 2 വ്യക്തികളിൽ ഒരാളാണ് തീർച്ചയായിട്ടും ഷാനവാസ്. ദ അതർ പേഴ്സൺ ഈ സാബുമോൻ. ഈ സാബുമോന് എങ്ങനെയാണ് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് വന്ന് അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ കണ്ടോ ഈ പാത്രത്തിനകത്ത് അഴുക്കിരിക്കുന്നുണ്ടല്ലോ, ഇതിങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ ആ മൈന്യൂട്ട് ഇഷ്യൂവിനെ അത്രയും എക്സാഗറേറ്റ് ചെയ്ത് കാണിച്ച അക്ബർ അതിനെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവർ ചെയ്ത മിസ്റ്റേക്കിനെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സാബുമോൻ അത് കൃത്യമായിട്ട് അനീഷ് പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, ഷാനവാസ് പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രത്തോളം വൾഗറാകത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ രാത്രി നടന്ന വിഷയത്തിലും സാബുമോൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കുക. അവിടെ ഒരു കൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പുള്ളി ഇപ്പോഴാണ് കളിച്ചു തുടങ്ങിയത് എന്നുള്ളതിനുപരി നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആൾക്ക് പെട്ടെന്നൊരു ഇൻട്രോവേർട്ടായിട്ട് എനിക്ക് ആദ്യം ഫീൽ ചെയ്തെങ്കിൽ ഇപ്പം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 2 തലത്തിൽ നിന്നുകൊണ്ട് അങ്ങും ചാടി ഇങ്ങും ചാടി മരക്കൊമ്പ് ചാടി നിൽക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ടാണ് എനിക്ക് സാബുമോന് തോന്നിയിട്ടുള്ളത്. ഓടി വന്ന് ഷാനവാസിനെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അക്ബറും ആര്യനും ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചെയ്ത തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, അവർക്ക് അടി കിട്ടിയെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമായി. പിന്നെ അതിനെ ഒന്ന് വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ നിവിൻ ചെയ്ത ചെയ്ത്തുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാളെ പർപ്പസ്ലി പോയി ഇറിറ്റേറ്റ് ചെയ്യുക, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അനുമോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആ ഇറിറ്റേഷൻ അവിടെ നടക്കുമ്പോൾ ഒന്ന് പ്രതികരിക്കാം, എതിർക്കാം, യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാതെ ആ പെണ്ണിനെ ഏർപ്പെടുന്ന ബുദ്ധിമുട്ടിന് കുറച്ചുകൂടെ ആക്കം കൂട്ടാൻ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്ന രീതിയാണ് സാബുമോൻ ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാബുമോന് വോട്ട് കിട്ടത്തില്ല, കാരണം നെവിനായിരിക്കും എല്ലാവരും പുറത്താക്കാൻ നിൽക്കുക. അപ്പോൾ സാബുമോനെ എല്ലാവരും ഇഗ്നോർ ചെയ്യും. ആ ഒരു ഗ്യാപ്പിൽ കൂടെ സാബുമോനിക്ക് കൂടുതൽ നേരം നിൽക്കാം എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഏതായാലും ടാസ്ക് ഒക്കെ ഫ്ലോപ്പായി ആകെ പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ്. ആത്യന്തികമായി അവിടെ കൊടുക്കേണ്ട ഒരു കാര്യം ഫുഡാണ്. ഫുഡ് കൃത്യമായി കൊടുക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും പ്രശ്നത്തിലാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് പോലെ വരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡില്ല. അതെടുക്കാൻ പോയപ്പോൾ ഉണ്ടായ മെൻ്റലി ഡിസ്ട്രാക്ഷൻ അത് വേറെ. അതിൻ്റെ ഒപ്പം നമുക്ക് ഫിസിക്കലി നമ്മൾ ഏബിൾ അല്ലാത്തൊരു ലെവലിലേക്ക് ഫുഡ് കഴിക്കാതെ വന്നാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ ഡെയിലി മെഡിസിൻ എടുക്കുന്നവർക്ക് നമ്മുടെ ബോഡിയിൽ ആ മെഡിസിൻ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഫുഡ് കണ്ടേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ചെറുപ്രായങ്ങളിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്ന് നമ്മളൊരു മെഡിസിൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണി പോലും നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യത്തില്ല, പ്രശ്നം ഉണ്ടാക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കുട്ടി മക്കളൊക്കെ എത്രയും നേരം ഫുഡ് കഴിക്കാറുണ്ടല്ലോ അവർ വൊമിറ്റ് ചെയ്യുമില്ല, പക്ഷെ മുതിർന്നവരെ ചെയ്യും. അതാണ് അവൻ്റെ ബോഡിയുടെ ഒരു അതിനെ ബേസ് ചെയ്തിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു മെഡിക്കൽ സംഗതി ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കി ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ സാബുമോൻ രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. സാബുമോൻ അവിടെ നിൽക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവനാണ്, പുറത്താക്കുക തന്നെയാണ്. ഒന്നത് ടാസ്കിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയ ടാസ്ക് കളിക്കുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ ചില ഇഷ്യൂസ് നമ്മൾ വിചാരിച്ചാൽ കോംപ്രമൈസ് ആകും. അങ്ങനെയുള്ള ഇഷ്യൂസ് കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ കൂടെ അവർ സേഫ് ആകാൻ നോക്കുന്ന രീതിയുണ്ട്. ഇപ്പം അവിടെയും പോയി ഫുഡ് കഴിക്കുന്നു, ഇവരോട് സ്നേഹം കാണിക്കും. 2 രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നു, 2 ടീം ഫുഡ് ഉണ്ടാക്കുന്നു, 2 ഫുഡ് കഴിച്ച് ഞെകളിച്ച് നടക്കുന്ന സാബുമോൻ സത്യം പറഞ്ഞാൽ നല്ലൊരു കുറുക്കനാണെന്ന് ഞാൻ പറയും. ആർക്കും മനസ്സിലാകാതെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു കുറുക്കൻ. അതിനേക്കാൾ കൂടുതൽ ഒരു ഡമ്മി പീസ്, മറ്റുള്ളവരുടെ പാവയായിട്ട് ആടി കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അക്ബറിനെതിരെയോ ആര്യനെതിരെയോ നെവിനൊന്നും പറയാത്തതുപോലെ, തിരിച്ച് നെവിനെതിരെ അവർ പറയാത്തതുപോലെ ഈ സാബുമോനും അവർക്കെതിരെ നിൽക്കാറില്ല. നെവിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ പോലും ഈ പറയുന്ന സാബുമോൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ക്രൂക്കഡ് ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി.